ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പോർട്ട്ലാക്കേസി കുടുംബത്തിൽപ്പെട്ട സാമ്പാർ ചീരയുടെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇവൻ്റെ ശാസ്ത്രീയ നാമം തലിനം ട്രയാൻകുലർ എന്നാണ്. പിന്നെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കൊഴുപ്പ് ചീര, ബ്രാഹ്മണ ചീര, പരിപ്പ് ചീര, വാട്ടർ ലീഫ് എന്നീ പേരുകളിലൊക്കെ ഇവൻ പ്രസിദ്ധനാണ്. മാത്രമല്ല പരിപ്പ് ചീര, കുളമ്പ് ചീര, പിന്നെ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഇവനെ പസള ചീര എന്ന പേരിലാണ് അറിയപ്പെടുക. നമ്മുടെ സാമ്പാർ ചീരയുടെ ജന്മദേശം ബ്രസീലാണെങ്കിൽ പോലും ഇന്ത്യ, വെസ്റ്റ് ഇൻഡീസ്, ഇന്തോനേഷ്യ, മലേഷ്യ, അറബ് രാജ്യങ്ങൾ തുടങ്ങിയ എല്ലാ രാജ്യങ്ങളിലും ഇവൻ സുലഭമായി കാണപ്പെടുന്നു. നമ്മുടെ തൊടിയിലും ചുറ്റുപാടും ഒക്കെ കാണപ്പെടുന്ന ഈ ബ്രാഹ്മണ ചീര അതിൻ്റെ ഔഷധ ഗുണം അറിയാതെയും ഉപയോഗിക്കാതെയും നാം പഴക്കി കളയുന്ന ഒന്നാണ്. ട്രോപ്പിക്കൽ റീജിയൻസിൽ ധാരാളമായി കണ്ടുവരുന്ന ഈ ചീരയുടെ ഇളം തണ്ട്, ഇലകൾ, അവയുടെ കുഞ്ഞ് വയലറ്റ് നിറത്തിലുള്ള പൂക്കൾ എന്നിവയെല്ലാം നമ്മൾ ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ ചീരയുടെ ഇലയും തണ്ടും വളരെ നേർമയുള്ളതും മാംസളവുമാണ്. വിത്ത് മുഖേനയും തണ്ട് മുറിച്ചും നമ്മൾ തൈകൾ ഉണ്ടാക്കാറുണ്ട്. കൂടുതലായിട്ട് തണ്ട് മുറിച്ചാണ് നമ്മൾ നടുക. വിത്ത് മുളച്ചും താനേ തൈകൾ ഉണ്ടാകാറുണ്ട്. മഴക്കാലത്താണ് നാം സാധാരണയായിട്ട് ധാരാളം കൃഷി ചെയ്യുന്നത്. ഏകദേശം കമ്പ് നട്ടോ വിത്ത് മുളച്ചോ 6 ആഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ വിളവെടുപ്പ് സ്റ്റാർട്ട് ചെയ്യാം. പരിപ്പ് ചേർത്ത് തോരനായും ചീരക്കറിയായിട്ടും നമ്മൾ സാധാരണ ഇവനെ ഉപയോഗിക്കാറുണ്ട്. ഇനി നമുക്ക് ഈ വഷളച്ചീരയുടെ ഗുണവിശേഷങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. തമിഴ്നാട്ടിൽ പസളച്ചീര എന്നറിയപ്പെടുന്ന ഇവൻ നമ്മുടെ നാട്ടിൽ വഷളച്ചീര എന്ന പേരിലാണ് അറിയപ്പെടുക. ഇവയുടെ ഗുണഗണങ്ങൾ നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ എ ധാരാളമാണ്. ഇതിൽ കാൽസ്യം, ഫോസ്ഫറസ്, അയൺ എന്നിങ്ങനെ ധാരാളം ഔഷധ ഗുണങ്ങളാൽ സമ്പുഷ്ടമാണ്. അതേപോലെ തന്നെ മഗ്നീഷ്യം, പൊട്ടാസ്യം, പ്രോട്ടീൻ, വൈറ്റമിൻ B1, B2, കാർബോഹൈഡ്രേറ്റ്സ് എന്നിവ ധാരാളമാണ്. അധികം കലോറി ഇല്ലാത്ത ചീര അതിനാൽ തന്നെ ഇതിൽ പ്രമേഹ രോഗികൾക്ക് ധൈര്യമായിട്ട് ധാരാളമായിട്ട് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. കുഞ്ഞ് ഇളം വയലറ്റ് നിറത്തിലുള്ള പൂക്കളോട് കൂടിയ ഈ ചീരയ്ക്ക് യാതൊരു പരിചരണവും ആവശ്യമില്ല. എവിടെയും എപ്പോഴും ഏത് സീസണിലും നമുക്ക് നട്ടു വളർത്താം. പിന്നെ പ്രഷർ, ഷുഗർ എന്നിവ ബാലൻസ് ചെയ്യുന്ന നല്ലൊരു ഫൈബർ കണ്ടൻറ്റ് കൂടിയാണ് നമ്മുടെ ഈ ബ്രാഹ്മണ ചീര. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വിളർച്ച, കുടലിലെ അർബുദം, അസ്ഥി രോഗങ്ങൾ എന്നിവയ്ക്ക് വളരെ അത്യുത്തമമാണ്. പിന്നെ ശരീരത്തിന് തണുപ്പ് ലഭിക്കാനായിട്ട് വേനൽക്കാലത്ത് ധാരാളമായിട്ട് നമുക്കത് ഉപയോഗിക്കാം. നല്ല കൂളിംഗ് എഫക്റ്റ് ഉള്ളതിനാൽ തന്നെ മൗത്ത് അൾസറിനും ശരീരത്തിലുണ്ടാകുന്ന ബോയിൽസ് അഥവാ പൊള്ളലിനും നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. വളരെ നല്ല ഹൈ ക്വാണ്ടിറ്റിയിൽ മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ധാരാളം ഉള്ളതിനാൽ ഈ ചീര അനീമിയക്കാർക്ക് വളരെ ഗുഡാണ്, ഉപയോഗിക്കാൻ വളരെ ഉത്തമമാണ്. സ്പേം കൗണ്ടിങ് കുറവുള്ളവർക്ക് അത് കൂട്ടുവാനായിട്ട് ഈ ചീര പതിവായി ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് നമുക്ക് വൈദ്യശാസ്ത്രം തെളിയിച്ചിട്ടുള്ളതാണ്. പണ്ട് ഗർഭിണികൾക്ക് 8ാം മാസത്തിൽ കൊടുത്തിരുന്ന ചില മരുന്നുകളിലും നെയ്കളിലും അല്ലെങ്കിൽ കൃതങ്ങളിലും ഈ ചീര ധാരാളമായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. ഡയബറ്റിക്കാർക്ക് വളരെ നല്ലതാണ് ഈ ചീര എന്ന് വീണ്ടും എടുത്തു പറയുന്നു. പണ്ട് നാട്ടുവൈദ്യങ്ങളിൽ മീസിൽസിന് ഉപയോഗിച്ചിരുന്നതും ഈ ചീര തന്നെയാണ്. കെമിക്കൽ ചേർത്ത പച്ചക്കറികൾ ക്യാഷ് കൊടുത്ത് വാങ്ങി രോഗങ്ങൾ വരുത്തുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മുടെ തൊടിയിൽ കാണുന്ന ഇത്തരം ചീരയും മറ്റ് സസ്യങ്ങളും. ഇപ്പോൾ സിലോൺ ചീര എന്ന പേരിൽ ഇവൻ അറിയപ്പെടുന്നുണ്ട്. ഇവൻ്റെ ഔഷധ ഗുണങ്ങൾ മനസ്സിലാക്കുക, പരമാവധി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ വിശേഷങ്ങൾ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. പോസിറ്റീവായാലും നെഗറ്റീവായാലും രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.